നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഞാൻ നിനക്ക് മാനസികമായും ശാരീരികമായും ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ ദ്രോഹിച്ചതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നതും നീ തന്നെയാണ്. സത്യമയ്ക്ക് അതൊന്നും പറയാൻ ഒരു മടിയുമില്ല. പക്ഷേ ഞാൻ ഇപ്പൊ വന്നിരിക്കുന്നത് നിന്റെ ഒരു സഹായം ചോദിക്കാനാണ്. നിനക്ക് മാത്രമേ അത് ചെയ്തു തരാൻ പറ്റൂ. എന്തിനാ സത്യമേ പരിഹസിക്കുന്നേ? എങ്ങനെയൊക്കെ നോക്കിയാലും ശാരദയും മക്കളും ഹോട്ടൽ പണിക്കാരാ, എച്ചിൽ പാത്രം കഴുകുന്നവരാ. വീട്ടിൽ വരുന്നവരോട് മാന്യമായി പെരുമാറാൻ അറിയാത്തവർ. കളക്ടറായെന്ന് വെച്ച് വിവരവും വിദ്യാഭ്യാസവും ഉണ്ടെന്ന് പറയാന്നല്ലാതെ കാൽ കാശിന് പോലും ബോധമില്ലാത്തവരാ. ഇതൊക്കെ ഞങ്ങളെക്കുറിച്ച് സത്യാമ്മ തന്നെ പറഞ്ഞ വാക്കുകളാ. എന്നിട്ട് മാ എന്നോട് സഹായം ചോദിക്കാൻ വരുവാന്ന് പറഞ്ഞ ഞങ്ങളെ മനഃപൂർവ്വം പരിഹസിക്കാൻ വരികയാണെന്ന് ഞാൻ പറയും. ശാലിനി, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ചെയ്തതൊന്നും മറക്കാനും പൊറുക്കാനും പറയാൻ വന്നതല്ല ഞാൻ. അതൊക്കെ സാഹചര്യം. ഇനിയൊരു പക്ഷേ അതൊന്നും മറക്കാൻ നിനക്ക് കഴിയുന്നും തോന്നുന്നില്ല. പക്ഷേ ഇപ്പോ വിഷ്ണു അതൊരു വേദനയായി ചങ്കിൽ നിൽക്കുക. അതൊന്ന് ഇറക്കി വെക്കാൻ ഇപ്പൊ എന്റെ മുമ്പിൽ നീ മാത്രമേ ഉള്ളൂ. സത്യാമ്മ എന്നോട് ഇങ്ങനെയൊന്നും പറയരുത്. ഞാൻ എന്താ വേണ്ടത്? വിഷ്ണുവിന് ജാമ്യം കിട്ടണം. അതിന് അവൻ ജാമ്യാപേക്ഷയിൽ ഒപ്പിടുന്നില്ല. പറയാവുന്നവരെ കൊണ്ടൊക്കെ പറയിച്ചു, ഞാനും പറഞ്ഞു. പക്ഷേ അവൻ അനുസരിക്കുന്നില്ല. എനിക്കറിയാം നീ പറഞ്ഞ എന്റെ മകൻ കേൾക്കൂന്ന്. ഇതിനു മുമ്പ് അങ്ങനെ ആയിരുന്നില്ലല്ലോ. അമ്മ പറയുന്നതിനപ്പുറം നടക്കാത്ത മകൻ എന്നു മുതലാ മാറി നടക്കാൻ തുടങ്ങിയത്? മകന്റെ മുഖം ഒന്ന് കറുത്തപ്പോ, ഒന്ന് അകൽച്ച കാണിച്ചപ്പോ നെഞ്ച് പിടയുന്നുണ്ടല്ലേ? ഇതുപോലെ പിടയുന്ന ഒരുപാട് നാളുകൾ എനിക്കും ഉണ്ടായിട്ടുണ്ട്. അകൽച്ചയല്ല, അടർത്തി മാറ്റുകയായിരുന്നു എന്നെ വിഷ്ണുവേട്ടനെയും തമ്മിൽ. കണ്ണിൽ നിന്ന് ചോര പൊടിഞ്ഞിട്ടുണ്ട് ചില സംഭവങ്ങൾ മുന്നിൽ കണ്ടിട്ട്. മറക്കാനും പൊറുക്കാനും ഒരുപാട് സഹിക്കാനും എന്റെ ജന്മത്തിന് അമാനുഷിക കഴിവൊന്നുമില്ല. ഒരു പാവം പിടിച്ച അടുക്കളക്കാരി അമ്മയുടെ മോളാ ഞാൻ. സത്യമ്മയുടെ ഭാഷയില് അഷ്ടിക്ക് വകയില്ലാത്ത അലവലാതെ കൂട്ടങ്ങള്. മോളെ, എന്തൊക്കെയാ നീ പറയുന്നേ? പറഞ്ഞു പോകുന്നതാണമ്മ. ഉള്ളിലുള്ളതെല്ലാം അറിയാതെ വന്നു പോവുക. മനസ്സ് പിടിച്ചെടുത്ത് കിട്ടുന്നില്ലെങ്കിൽ പിന്നെന്താ അമ്മ ചെയ്യ? ശാരദാമ്മേ, അവള് പറയട്ടെ. കേൾക്കാനിപ്പോ ഞാനും ബാധ്യസ്ഥയാണല്ലോ. മകന്റെ രക്ഷയ്ക്കായി ശാലിനെ കാണുന്ന ആഗ്രഹിച്ചപ്പോഴേ ഞാൻ ഇതൊക്കെ പ്രതീക്ഷിച്ചതാ. അവള് പറയട്ടെ. ശാരദാമ്മേ, സാധിക്കുമെങ്കിൽ ഇവളോട് വിഷ്ണുവിനെ ഒന്ന് കാണാൻ പറയണം. അവനൊപ്പിട്ടാലേ ജാമ്യത്തിന് അപേക്ഷിക്കാൻ പറ്റൂ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.